സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ പദ്ധതി നടപ്പാക്കുന്നതിൽ കോട്ടയം നഗരസഭ അലംഭാവം കാട്ടുന്നതായി ആക്ഷേപം. നഗരസഭയുടെ പരിധിയിലുള്ള ഒരു സഹകരണ ബാങ്കിലും പെൻഷന് അർഹരായവരുടെ പേര് നൽകിയിട്ടില്ല. പദ്ധതി അട്ടിമറിക്കാൻ നഗരസഭ ശ്രമിക്കുന്നതായി പ്രതിപക്ഷം ആരോപിക്കുന്നു. കുടിശ്ശിക അടക്കമുള്ള ക്ഷേമ പെൻഷനുകൾ വീട്ടിലെത്തിച്ചു നൽകുന്ന സംസ്ഥാന സർക്കാർ തീരുമാനം അട്ടിമറിക്കുന്നുവെന്നാണ് കോട്ടയം നഗരസഭയ്ക്കെതിരെ ഉയരുന്ന ആരോപണം. അർഹരായവരുടെ പട്ടിക പോലും നഗരസഭ തയ്യാറാക്കിയിട്ടില്ലെന്നും പെൻഷൻ വിതരണത്തിലുള്ള പ്രാഥമിക നടപടികൾ ആരംഭിച്ചിട്ടില്ലെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. എന്നാൽ കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്, നിലവിൽ പെൻഷൻ കൊടുക്കാനുള്ള ആളുകളുടെ പോസ്റ്റ് ഓഫീസ് വൈഡായിട്ടുള്ള ഒരു ലിസ്റ്റ് തിരിച്ച് ബന്ധപ്പെട്ട കുമാരനെല്ലൂർ എന്ന് വരുമ്പോൾ ആ കുമാരനെല്ലൂരുള്ള വരുന്ന പോസ്റ്റ് ഓഫീസുകളിലേക്കുള്ള ലിസ്റ്റ് അവിടെ കൊടുക്കണം. തിരുവാതിക്കൽ പ്രദേശത്തേക്ക് വരുന്ന അവിടത്തേക്കുള്ള പോസ്റ്റ് ഓഫീസ് അടിസ്ഥാനത്തിലുള്ള ലിസ്റ്റ് അവിടെ കൊടുക്കണം. അങ്ങനെ കൊടുക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഇപ്പം ഇല്ല. നഗരസഭയുടെ പരിധിയിലുള്ള ഒരു സഹകരണ ബാങ്കിൽ പോലും പെൻഷന് അർഹരായവരുടെ പട്ടിക നൽകിയിട്ടില്ല. ഈ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് കുടുംബശ്രീകൾ സർവേ നടത്തി അർഹരായവരെ കണ്ടെത്തേണ്ടത്. എന്നാൽ സർവേ നടത്തി പട്ടിക തയ്യാറാക്കാനുള്ള സമയപരിധി കഴിഞ്ഞതോടെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ കുടുങ്ങുകയാണ് സഹകരണ ബാങ്കുകൾ. സെപ്റ്റംബർ ആദ്യവാരത്തോടെ വിതരണം പൂർത്തിയാകാനിരിക്കെ നടപടികൾ പൂർത്തിയായി പെൻഷൻ എന്ന് വാങ്ങാനാകുമെന്ന ആശങ്കയിലാണ് കോട്ടയം നഗരസഭയിലെ ഗുണഭോക്താക്കൾ. റിപ്പോർട്ടർ, കോട്ടയം.